ഇടുക്കിയിൽ ആയിരങ്ങൾ മകരജ്യോതി കണ്ട് മടങ്ങി. പുല്ലുമേട്, പരുന്തുംപാറ, പാഞ്ചാലിമേട് എന്നിവിടങ്ങളിലായിരുന്നു ദർശനത്തിന് സൗകര്യമൊരുക്കിയിരുന്നത്. ശബരിമല കഴിഞ്ഞാൽ മകരജ്യോതി ദർശനത്തിന് ഏറ്റവും കൂടുതൽ ആളുകൾ എത്തുന്നയിടം പുല്ലുമേടാണ്. ശരണമന്ത്രങ്ങൾ കൊണ്ട് മുഖരിതമായിരുന്നു പുല്ലുമേട്. ഒരു ദിവസം നീണ്ട കാത്തിരിപ്പിനൊടുവിൽ വൈകിട്ട് 6:45 മകരജ്യോതി ദർശനം. ഇന്നലെ രാത്രി കയറി വന്നതാണ്. ഭയങ്കര സന്തോഷം. ഇതേപോലെ പറയാ ഒന്നും അറിയില്ല, അത്രയ്ക്ക് സന്തോഷമുണ്ട്. എൻ്റെ പിള്ളേരെ ആഗ്രഹമാണ്. 30 കൊല്ലം കൊണ്ട് സഭയിൽ വരെയാണ്. അപ്പോൾ ഈ ദിവസമാണ് എൻ്റെ പിള്ളേർ വന്ന് വിളക്കാണ് കൊണ്ടുപോകാൻ. അവർ വന്നപ്പോൾ ഭയങ്കര സന്തോഷം. 48 ದಿವಸ ರಥ ಹಾಕಿದ್ದಕ್ಕೂ ಸ್ವಾರ್ಥ ಆಯ್ತು. ಅಯ್ಯಪ್ಪನ ದರ್ಶನ ಆಯ್ತು. ಕನ್ಫರ್ಮ್ മനസ്സ് ആനന്ദായിത്തു. പുല്ലുമേട്ടിൽ മാത്രം 7245 പേരാണ് മകരജ്യോതി ദർശിക്കാനെത്തിയത്. 825 പേർ മകരജ്യോതിക്ക് മുമ്പായി സന്നിധാനത്തേക്ക് പോയി. പരുന്തുംപാറയിൽ 2500 പേരും പാഞ്ചാലിമേടിൽ 1100 പേരും മകരജ്യോതി ദർശിക്കാനെത്തി. வாழ்நாளில் நாங்கள் பட்ட கஷ்டம் இந்த மகரஜோதியை பார்த்து தீர்ந்தது. இதுக்காகத்தான் 40 நாள் விரதம் இருந்து స్వామి దర్శనం పాకతగా వందిరుకం. 300 మంది కూడా పులిమేడు యాత్ర చేసి మా యొక్క జ్యోతి స్వరూపాన్ని చూసి అదృష్ట భాగ్యాన్ని మాకు కలిగించినందుకు మా గురువులకు ధన్యవాదములు స్వామిరండి. అయ్యప్ప దర్శనం చాలా బాగా జరిగింది స్వామిరండి. തീർത്ഥാടകരുടെ സുരക്ഷ മുന്നിൽ കണ്ട് ജില്ലാ ഭരണകൂടം വിപുലമായ ക്രമീകരണങ്ങളും ഒരുക്കിയിരുന്നു. ദീപാലങ്കൃതമായ ശബരിമലയുടെ വിദൂര കാഴ്ചകൾക്കൊപ്പം മകരജ്യോതി ദർശനവും. ആയിരങ്ങളാണ് പുല്ലുമേട്ടിലെത്തി മകരജ്യോതി കണ്ടു മടങ്ങിയത്. ഇടുക്കി പുല്ലുമേട്ടിൽ നിന്ന് സിജോ വർഗീസ്, മീഡിയ 1.